ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഏഞ്ചസ് വേൾഡ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. ഇതാ അവിടെ ഒരു കുപ്പി കിടക്കുന്നത് കണ്ടോ? ഇത് ഞാൻ വാഗമൺ പോയപ്പോൾ അവിടെ നിന്ന് പറക്കിക്കൊണ്ട് വന്ന കുപ്പിയാണ് കേട്ടോ. അന്ന് കാറിൻ്റെ ഡിക്കിന്നടുത്ത് അവിടെ വെച്ചതാണ്. പിന്നെ അത് ഇപ്പോഴാണ് പോയിട്ട് അത് എടുക്കുന്നത്. ഇതിൽ നിറയെ മണ്ണും ചെളിയൊക്കെ ആയിട്ടുണ്ട് മഴ പെയ്തിട്ട്. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇത് വെച്ചിട്ട് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് ചെയ്യണത്. പെട്ടെന്ന് ചെയ്യാം, അധികം സമയമൊന്നും വേണ്ട. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ബോട്ടിലിൽ ബേസ് കോട്ട് അടിക്കുകയാണ്. ബേസ് കോട്ട് അടിക്കണത് നമ്മൾ വൈറ്റ് കളർ വെച്ചിട്ടാണ്. നോർമൽ ആക്രിലിക് പെയിൻ്റാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആ ബോട്ടിലിൻ്റെ ഫുള്ള് കവർ ചെയ്തിട്ട് നമുക്ക് വൈറ്റ് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഈ പാവേനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വാങ്ങുന്ന ഒരു ടൈപ്പ് സ്പോഞ്ച് ഇല്ലേ, ആ സ്പോഞ്ച് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. ബ്രഷിൽ വെച്ചിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ സ്ട്രോക്സ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ അടിക്കുന്നതാണ് കുറച്ചും കൂടി വൃത്തിക്ക് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാ ഭാഗവും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്ര പക്ക പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ബേസ് കോട്ടാണല്ലോ, നമ്മളതൊരു ബേസായിട്ട് അടിച്ചു കൊടുക്കുന്ന സംഭവമാണ്. അപ്പോൾ അതാ ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിലായിട്ട് ചെയ്യണ സമയത്ത് എപ്പോഴും കുപ്പി ഇങ്ങനെ വിരൽ ആ കുപ്പിയുടെ നെക്കിൻ്റെ ഭാഗത്ത് അങ്ങനെ ഹോൾഡ് ചെയ്ത് ഇതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗവും വൃത്തിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ വിരലങ്ങനെ വെച്ച് എല്ലാ ഭാഗത്തും നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബേസ് കോട്ട് അടിച്ച ബോട്ടിൽ ഉണങ്ങിയിട്ടുണ്ട്. അതിന് പെയിൻ്റൊന്നും ഇളകി പോരുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് അടിച്ചു കൊടുക്കാൻ പോകുന്നത് ഗ്രീൻ കളറാണ്. ഇതൊരു പേൾ മെറ്റാലിക് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. ഒരു ഗ്ലേസിങ് ഉണ്ട്, ഒരു മെറ്റാലിക് ഗ്രീൻ, ആ ഒരു കളറാണ് വരുന്നത്. ഇതും ഞാൻ ഈ സ്പോഞ്ച് വെച്ചിട്ട് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പം കുപ്പിയുടെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ വിരൽ വെച്ച് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ഇത് ചെറിയ ബോട്ടിലായ കാരണം കൊണ്ട് എനിക്ക് വിരൽ വെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ടൈറ്റായി പോകും, പിന്നെ വിരൽ ഊരിയെടുക്കാനായിരുന്നു ബുദ്ധിമുട്ട്. അപ്പോൾ ആ ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാൻ ഈ ഗ്രീൻ കളർ അടിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ കളർ അടിച്ചിട്ട് ഇതൊന്ന് ഉണങ്ങണം, കാരണം ഇത് ഉണങ്ങിയിട്ട് നമുക്കിതിൻ്റെ സെക്കൻഡ് കോട്ട് അടിച്ച് കൊടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാലും അതിനൊരു ഫിനിഷിങ് വരുള്ളൂ. ഇതിപ്പോൾ വൈറ്റിൻ്റെ മേലെ ഗ്രീൻ അടിക്കുമ്പോൾ തന്നെ ചില സ്ഥലത്തൊക്കെ ക്ലിയർ ആവാത്തുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ചില ഭാഗത്ത് ഫുള്ള് ഗ്രീൻ കളർ അല്ലാത്ത പോലെ ചെറിയ പാച്ചസും അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ സെക്കൻഡ് കോട്ട് വീണ്ടും ഈ സെയിം കളർ തന്നെ നേരത്തെ ചെയ്തതുപോലെ അടിച്ചു കൊടുക്കാൻ പോവാണ്. കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം, ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ അടിച്ചു കൊടുത്തത് കൂടെ ഇങ്ങോട്ട് പോരും. അപ്പോൾ കംപ്ലീറ്റ് ആയി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഓരോ കോട്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇത് വേറെ പരിപാടിയൊന്നുമില്ല, നമ്മൾ അടിച്ചു കൊടുക്കുക. എവിടേക്കാണോ പെയിൻറ്റ് കുറവുള്ളതെന്ന് തോന്നണേ അവിടേക്ക് അടിച്ചു കൊടുക്കുക. മെയിൻലി നമ്മുടെ നെക്ക് ഭാഗമൊക്കെ ആയിരിക്കും ഒരു ഫിനിഷിംഗ് ഇല്ലാണ്ട് വന്നിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ആ ടോപ്പിലും കൂടി അടിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ 2 കോട്ട് അടിച്ചതും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അതുമ്പോൾ ചെറിയൊരു ഫ്ലവർ ഡിസൈൻ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഫിംഗർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു പൂ വരച്ചു കൊടുക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഞാനെടുത്തത് ആ ഗ്രീനിൽ വൈറ്റ് കളറായിരിക്കും കുറച്ച് ഭംഗിയെന്ന് വിചാരിച്ചിട്ട് വൈറ്റാണ് എടുത്തത്. അപ്പോൾ തള്ളവിരലിനേക്കാളും എനിക്ക് തോന്നി ചൂണ്ടുവിരൽ വെച്ചിട്ടായിരിക്കും ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ബെറ്ററായിട്ട് കിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത്. അതാണ് ഞാനിങ്ങനെ ആലോചിച്ചാണ് ചെയ്യണത്. അപ്പോൾ ഓരോ പൂവിൻ്റെ ഓരോ ഇതളായിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. ഒരു 5 ഇതളുള്ള ഒരു സിമ്പിൾ വൈറ്റ് പൂവാണ് നമ്മൾ ഉദ്ദേശിക്കണേ. ബ്രഷ് വെച്ചൊക്കെ വരയ്ക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വൃത്തിക്ക് വന്നില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ്, കാരണം ഞാൻ അത്ര പെയിൻറ്റ് ചെയ്യാൻ അറിയുന്ന ആളൊന്നുമല്ല. അപ്പോൾ ഞാൻ വിരൽ വെച്ചിട്ട് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് 5 ഇതൾ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പൂ വരച്ചപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. അപ്പോൾ അങ്ങനെ ആ ബോട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂക്കൾ വരച്ചു കൊടുക്കാൻ പോവാണ്. ഇങ്ങനെയാണ് വന്നത്. ആദ്യത്തെ ആയ കാരണം അതിനൊരു ഫിനിഷിംഗ് കുറവുണ്ടായിരുന്നു. അപ്പോൾ നിരത്തി പിടിച്ച് നമ്മൾ ഈ കുപ്പിയിൽ പൂക്കളിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ബ്രഷൊന്നും എടുക്കേണ്ട, നമുക്ക് നമ്മുടെ വിരലിൻ്റെ തുമ്പ് വെച്ചിട്ട് തന്നെ പൂക്കളിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ എവിടെയായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ഈ ബോട്ടിലിൻ്റെ ഈ ഒരു ബോട്ടം പോർഷനിൽ മാത്രം ചെയ്യാം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ വൈറ്റ് കളർ വെച്ച് ഫ്ലവേഴ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനൊരു ഫിനിഷിങ് കുറവുണ്ടല്ലോ. അപ്പോൾ ഞാൻ യെല്ലോ കളർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു യെല്ലോ ഡോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ആ പൂവിന് കാണാൻ കുറച്ചും കൂടെ ഭംഗിയായി. അങ്ങനെ ഞാനിപ്പോൾ വരച്ച് വെച്ച ആ 3 പൂവിൻ്റെയും സെൻറ്ററിൽ അങ്ങനെ യെല്ലോ ഡോട്ട്സ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. പൂക്കൾ കാണാനായിട്ട് കുറച്ച് വൃത്തിയുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി 3 പൂക്കൾ മാത്രമാകുമ്പോൾ ബാക്കിയുള്ള ഭാഗം ഭയങ്കര ഒഴിഞ്ഞു കിടക്കണ പോലെ തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കുപ്പീൻ്റെ മേൽഭാഗത്തും കൂടി ഞാനിങ്ങനെ പൂക്കൾ വരച്ചു കൊടുത്തു. താഴത്തെ പൂക്കളുടെ ഗ്യാപ്പിൻ്റെ ഇടയിൽ വരുന്ന പോലെ മേൽഭാഗത്ത് പൂക്കൾ വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്രഷ് വെച്ചിട്ട് യെല്ലോ കളർ ഡോട്ട്സ് എല്ലാ പൂക്കളുടെയും സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുത്തു. ഭയങ്കര സിമ്പിളാണ് പരിപാടി. നമുക്ക് കുറേ വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പ്രത്യേകിച്ച് ആ ബോട്ടിൽ ചെറുതുമാണല്ലോ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെയിൻ്റ് അവിടെ ഇരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ആ നെക്കിൻ്റെ ആ ഭാഗത്ത് വായ് ഭാഗത്ത് കുപ്പിയുടെ വായ് ഭാഗത്ത് ആ യെല്ലോ കളർ അങ്ങ് അടിച്ചു കൊടുക്കാമെന്ന് തോന്നി. ഒരു ബോർഡർ പോലെ യെല്ലോ കളർ അടിച്ചു കൊടുക്കാമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ആ യെല്ലോ എടുത്തിട്ട് ആ യെല്ലോയിൽ കുറച്ച് ആ ബ്രഷ്മ ഓൾറെഡി ഒരു റെഡ് കളർ പെയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ യെല്ലോയും റെഡും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. പക്ഷേ അത് ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. എന്നിട്ട് അതും ഞാൻ ഉണങ്ങാനായിട്ട് വെച്ചു. അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്കാണിത്. ഇതിലിപ്പം നമ്മൾ വാർണിഷും കൂടി ചെയ്ത് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളമാവേ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെയിൻറ്റ് ഇളകിപ്പോരും. അല്ലെങ്കിൽ നമ്മൾ നനഞ്ഞ കൈവച്ച് പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെയിൻറ്റ് ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വാർണിഷ് ചെയ്യണം നമ്മൾ.
അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അക്രിലിക് വാർണിഷാണ് ഉപയോഗിക്കണേ. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു 1 hour ഒക്കെ ആകുമ്പോഴേക്കും ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാ പണിയും കഴിഞ്ഞു, വാർണിഷ് ചെയ്തു, അതും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ ഈ മണി പ്ലാന്റ് ഒക്കെ വീടിൻ്റെ അകത്ത് വെക്കാനോ അങ്ങനെ ഒരു ഷോ പീസായിട്ടൊക്കെ ഉപയോഗിക്കാം. അധികം പണിയും സ്കില്ലൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.